ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5, ശ്ലോക 2. കാലഃ കർമ്മ ഗുണാഃ ജീവനിവഹ വിശ്വം ച കാര്യം വേഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയൂം തേഷാം ന ഏവാ വദന്തി അസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഹന പ്രസൂന സദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. കാലഃ പ്രളയകാല സമയത്ത്, കർമ്മ ഏതൊരു കർമ്മത്തെയും കുറിക്കുന്നത്, ഗുണാഹ മൂന്ന് ഗുണങ്ങളായ സത്വം, രജസ്, തമസ്, ച ചേർന്നത്, ജീവനിവഹ ജീവജാല സമൂഹങ്ങൾ, വിശ്വം പ്രപഞ്ചം, ച ചേർന്നത്, കാര്യം മായയാൽ ഉണ്ടാകുന്ന കാര്യകർമ്മങ്ങൾ, വിഭോ ഭഗവാനെ, ചില്ലീലാരതിം മനസ്സിൽ ലയിക്കുന്ന ആ അവസ്ഥ, ഏയുഷി യോഗസമാധി, ത്വയി ഭഗവാനിൽ, തഥാ എപ്പോഴും, നിർലീനതാം പൂർണമായി ലയിക്കുന്ന അവസ്ഥ, ആയയോ മായയാൽ ഭഗവാനിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, തേഷാം ഒട്ടും തന്നെ, ന ഇല്ലാത്തത്, ഏവ ഇപ്രകാരം, വദന്തി തെറ്റിദ്ധാരണ, അസത്വം തീര സത്വ ഗുണം ഇല്ലാത്തത്, അയി അങ്ങനെയല്ല, ഭോ ഭഗവാനെ, ശക്ത്യാത്മന ശക്തികൾ കൂടിച്ചേർന്നത്, തിഷ്ഠതാം വർത്തിക്കുന്നത്, നോ അല്ല, ചേത് അതല്ലെങ്കിൽ, കിം എങ്ങനെ, ഗഗന ആകാശം, പ്രസൂന കുസുമ ലതാദികൾ, സദൃശാം തുല്യമായിട്ടുള്ളത്, ഭൂയഃ ഉൽപ്പത്തി, ഭവേത് ഭഗവാനിൽ, സംഭവഃ സംഭവിക്കുന്നത്. കാലകർമ്മ ഗുണാശ ജീവനിവഹ വിശ്വം ച കാര്യം വേഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഇവിടെ പ്രളയകാല സമയത്ത് ഏതൊരു കർമ്മത്തിൽ നിന്നും ഉണ്ടാവുന്ന മൂന്ന് ഗുണങ്ങളായ സത്വം, രജസ്, തമസ്, അവ ഒരുമിച്ച് ചേർന്ന് ജീവജാല സമൂഹങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് ചേരുന്നു. അതിനുശേഷം അവരുടെ മായയാൽ ഉണ്ടാകുന്ന കാര്യകർമ്മങ്ങൾ ഭഗവാന്റെ മനസ്സിൽ തിരിച്ച് ലയിച്ചു ചേരുന്നു. അങ്ങനെ യോഗസമാധിയിൽ ഏതൊക്കെ മഹായോഗികളാണോ ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിക്കുന്നത്, അവർക്ക് മുക്തി ലഭിക്കുകയും ഭഗവാനിൽ ലയിക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു. മായ ഭഗവാനിൽ ഒട്ടും തന്നെ ഇല്ല. മായ ഒരിക്കലും വൈകുണ്ഠത്തിൽ പ്രവേശിക്കുകയോ ഭഗവാനിൽ ഏതൊരു അവസ്ഥയെയും മാറ്റുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയോ ചെയ്യുകയില്ല. ഇപ്രകാരം തെറ്റിദ്ധാരണ തീരെ ഇല്ലാത്തതാണ് മായ ഭഗവാനിൽ ഉള്ളത്. മായ എപ്പോഴും പ്രപഞ്ചത്തിൽ ഏതൊക്കെ സൃഷ്ടിയാണോ നടക്കുന്നത് അവരിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കർമ്മമാണ്. അതിനാൽ ഭഗവാനെ ശക്തികൾ ആയിട്ട് വർത്തിക്കുക എന്നത് ഭഗവാനിൽ പൂർണ്ണമായി ലയിക്കുക, ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ആകാശകുസുമത്തിന് തുല്യമായി ഉൽപ്പത്തി ഉണ്ടാകുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പല സൃഷ്ടികളും സംഭവിക്കുന്നു. അത് പ്രളയകാലത്തിന് ശേഷം
പുതിയ ഒരു യുഗം ആരംഭിക്കുമ്പോൾ ഭഗവാൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നു. ആ യുഗം അവസാനിക്കുമ്പോൾ ആ സൃഷ്ടിയിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാം തന്നെ നശിപ്പിച്ച് അത് ഭഗവാനിൽ തന്നെ തിരിച്ച് ലയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.